വീട്ടിലത്തെ ചാമ്പയ്ക്ക. പക്ഷെ ഒരു വേറെ ഷേപ്പാട്ടോ ഇതിന്. കഴിച്ചു നോക്കട്ടെ. നല്ല മഴ. രണ്ടുപേരും മഴയത്ത് കളിക്കുകയാണ്. അവിടെയൊന്നും ഈ പരിപാടികളൊന്നും നടക്കത്തില്ലല്ലോ. മഴ എക്സ്പ്ലോർ ചെയ്യുന്നു ഇരുന്ന്. ചക്കക്കുരു മെഴുക്ക് വരട്ടി. ചക്ക. You want to fish? No, yo para. Fish. ഇന്നും കറങ്ങാനൊക്കെ വാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സെലിലോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും വെളിയിൽ ഇറങ്ങിയൊക്കെയാണ്. ഇന്ന് ഇച്ചിരി ദൂര യാത്രയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ദൂരയാത്രയാണ്. കോട്ടയത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ കോട്ടയത്തോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇടയ്ക്കൊരു സ്റ്റോപ്പുണ്ട്. കാരണം തിരുവല്ലയിൽ ഒന്ന് ഇറങ്ങണം. തിരുവല്ലയിലാണ് ഞാൻ പഠിച്ചത്. പുഷ്പഗിരി കോളേജിലാണ് പഠിച്ചത് ഞാൻ ഫാർമസിക്ക്. അവിടെ അത് പഴയ ഉള്ളവർ ആരെങ്കിലും കാണാൻ പറ്റുമോ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. കോളേജിൽ പോയി ചോദിക്കണം എന്തിനാ പഠിപ്പിച്ചത്. അത് അവർക്കും അറിയത്തില്ലായിരിക്കും എന്തിനാ പഠിപ്പിച്ചത്. അവിടെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തോ അഭിപ്രായം പറയാം. എന്തോ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇച്ചിരി ഒരു ടെൻഷനും ഉണ്ടെന്നല്ല അഭിപ്രായം വല്ലതും പറയുമോ. എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേര് അവിടെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ എനിക്ക് കിട്ടിയില്ല. ഓഫീസിലൊന്ന് കയറി നോക്കണം. എനിക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അപ്പോൾ കോളേജൊക്കെ ഒത്തിരി മാറി. ഞങ്ങളായിരുന്നു എന്തുവാ ഫാർമസി കോളേജ്, പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസിയിലെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു. ഇപ്പം ചിലവരൊക്കെ അവിടെ പോയി കോളേജിലൊക്കെ പോയിട്ടൊക്കെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ കാണാം നല്ല വ്യത്യാസം. എന്തായാലും കോട്ടയത്തോട്ട് പോകുന്ന വഴിക്കായതുകൊണ്ട് എന്തായാലും ഒന്ന് കയറാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാം. ഞാൻ കോട്ടയത്ത് പോകുന്നതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ജീച്ചൻ്റെ കോളേജ് മേറ്റ്സ് ആയിട്ടൊരു 2-3 പേര് വരുന്നുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ അവരുമായിട്ടൊന്ന് മീറ്റപ്പ് ചെയ്യുക, അതൊക്കെയാണ് പരിപാടി. അത് നമ്മൾ റിസോർട്ടിലാണ് കൂടുന്നത്. അപ്പോൾ അതൊക്കെ കാണാം. ആദ്യമേ നമുക്കൊന്ന് നമ്മുടെ കോളേജിലോട്ടൊന്ന് പോയിട്ട് വരാം. ഓക്കെ. രണ്ടും ഉണ്ട്. ഇതെന്താ ഇങ്ങനെ ഫ്രണ്ട് പണി നടക്കും. College school? Yeah, this is my college. കോളേജ്. ഓ മൈ ഗാഡ്, ഇവിടെ എന്തോ പെയിന്റ് അടിയൊക്കെ നടക്കുകയാണ്. ഞാൻ മമ്മിയുടെ കോളേജ് കണ്ടോടി. മമ്മി ഇത്രയും വലിയ കോളേജിലൊക്കെ പഠിച്ചതാന്ന് തോന്നോടി. ലുക്ക്. ജീശാനെ ആദ്യമായിട്ടല്ലേ കോളേജ് കാണുന്നത്? ഇവിടെയായിരുന്നു പണ്ട് ഞങ്ങൾ ഹോസ്റ്റലുണ്ടായിരുന്നു. ഇവിടെ അവിടുന്ന് മാറ്റി പിന്നെ ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റല്. മമ്മിയുടെ ഞാൻ നേരെ കാണുന്നതായിരുന്നു ഹോസ്റ്റല്. ചോദിച്ചു ഇനി വീഡിയോ എടുക്കാവോ? എൻ്റെ കൈ വിറയ്ക്കുന്നു. അവിടെയൊക്കെ പെയിന്റ് അടിയാ. തലയിൽ പെയിന്റ് വീടുവാവോ? ഞാൻ ഫേസ്ബുക്കിൽ കാണാം. എല്ലാ സൺഡേ രാവിലെ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കായിരുന്നു റോസ് സിസ്റ്ററുമായിട്ട്. പോയി പ്രാർത്ഥിച്ച. ഞാൻ 4-5 വർഷം ഒന്ന് ജയിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച ചാപ്പലായത്. നീ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നല്ലേ കിട്ടിയത്?
ഇതൊക്കെ പുതിയതായിട്ട് വെച്ചതാ. ഇത് തെങ്ങോ? ഇവിടെയൊക്കെ മിക്കവാറും വെള്ളം കയറുമായിരുന്നു ഇന്ന് മഴ പെയ്യുന്ന സമയത്ത്. ഞങ്ങളുടെ ലേഡീസ് ഹോസ്റ്റലായിരുന്നു ഇത്. അങ്ങനെ കോളേജിലൊരു 13 വർഷത്തിന് ശേഷം ആക്ച്വലി വന്നു. കുറച്ച് പേരെയൊക്കെ കണ്ടു, കുറച്ച് മിസ്സുമാരെയും ഓഫീസിലെ ചേച്ചിയൊക്കെ കണ്ടു. സന്തോഷമായി. നമ്മുടെ പ്രിൻസിപ്പൽ സാറ് സന്തോഷ് സാറ് തന്നെയായിരുന്നു, സെയിം ആയിരുന്നു. പക്ഷേ സാറ് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു, അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങൾ പോവാം. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ കോളേജ് ബൈ. അപ്പോൾ എന്തായാലും കോളേജിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ ഇപ്പം തിരുവല്ലയിൽ തന്നെ തിരിച്ചു പോവാം. തിരുവല്ലയിൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് അവിടെ വെച്ച് ഞങ്ങളുടെ മേക്കേഴ്സ് ഫീൽഡിൽ തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തായിരുന്നു, ഒന്ന് കയറി നോക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒന്ന് കയറാമെന്ന്. അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എന്തും അവിടെ ഉള്ളതെന്നൊന്നും അറിയത്തില്ല സ്പെഷ്യൽ, പക്ഷേ നോക്കാം. ആക്ച്വലി ദോശയൊക്കെ കഴിക്കാനാണ് പിള്ളേർക്ക് പോയത്, പക്ഷെ അവിടെ ദോശയൊക്കെ കഴിഞ്ഞു പോയി. അപ്പം പൊറോട്ടയൊക്കെ കഴിച്ചു, നല്ലതായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറി നല്ലതായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു റിസോർട്ട് വിസ്പറിംഗ് പാം. വന്നിട്ടുണ്ട്. പുറത്തോട്ട് പോയാ എവിടെ പാർക്ക് ചെയ്യുന്നത്? പാർക്ക് ചെയ്യുന്ന നേരെ അങ്ങനെ ചെയ്യും. നേരെ പോകുമ്പോൾ റൗണ്ടുണ്ട്, റൗണ്ടിലൂടെ വണ്ടി പാർക്ക് ചെയ്യാം നേരെ ഓപ്പോസിറ്റ് ഒരു റൂം അവിടുത്തെ അടുത്ത് തന്നെ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. ജീച്ചാൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. ഇതാ ഫ്രണ്ട്സിൻ്റെ വൈഫ്. ഹലോ. നല്ലതായിട്ട് സംസാരിച്ചാൽ കുഴപ്പമില്ല. ഹലോ. നമ്മൾ ആദ്യമായിട്ടാ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് 2 തവണ. താങ്ക് യു. കല്യാണത്തിന് കണ്ടു. പറഞ്ഞോ, പരിചയപ്പെടുത്തിക്കോളൂ. എൽവിന്റെ വൈഫ് മീനു, ബെന്നിയുടെ വൈഫ് അനുപമ. ജിസിന്റെ വൈഫ് വന്നില്ല, അതിന് ബിസി ആയിപ്പോയി. അവനാരെയോ കുത്താൻ നിൽക്കണ പോലെ ഉണ്ട്. പിള്ളേര് ഒക്കെ കളിയാക്കാൻ പോലെ ഞങ്ങൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടിരിക്കുക. സമയം എടുക്കും. റേറ്റ് കുറവ്. കുഞ്ഞിനില്ല, കുഞ്ഞ് വേണമെന്ന് തോന്നിയില്ല. എനിക്ക് തന്നില്ല. അടിപൊളി മഴ പെയ്യുന്നു. ഞങ്ങളുടെ ബോട്ടിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ കോളമാവുമെന്നാ തോന്നുന്നത്. ഞങ്ങൾ അറിയാൻ വയ്യാത്ത കളി കളിക്കാൻ പോവാണ്. റെഡി? ഫോട്ടോ സെഷൻ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ റെഡി.
എത്ര ഫോട്ടോഗ്രാഫേഴ്സാ നോക്കിക്കേ. ഫോട്ടോസ് ഞങ്ങൾ ഇടയ്ക്ക് നമുക്ക് ഫോണടിക്കുമ്പോൾ പൈസ അടിച്ചിട്ട് പിന്നെ മാർബിളിൽ പോയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം തിരിച്ചെത്തി. എപ്പോഴാ ഇറങ്ങുന്നത്? ചായ കുടിക്കാം. ചായ ഫ്രഷ് ആയിട്ട് ചായ, മുളക് ബജി. നമ്മുടെ ചായയും കൂടിയും മുളക് ബജിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു പോവാം. ഇനിയിപ്പോൾ ഉടനെ ഞങ്ങൾ പോവും. മണി 5:30 ഇനിയിപ്പോൾ ഉടനെ ഇറങ്ങണം, എന്നാലേ നമ്മൾ അവിടെ വീട്ടിൽ ഇച്ചിരി നേരത്തെ എത്താൻ പറ്റത്തുള്ളൂ. മാത്രം ബൈ. അങ്ങനെ ഞങ്ങൾ കുമരകത്ത് നിന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഫ്രണ്ട്സിനോടെല്ലാം ബായ് പറഞ്ഞു. ജിച്ചാൻ കരയുക. ജിച്ചാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളെയൊക്കെ കണ്ടതിൽ? നല്ല സന്തോഷം. അതെ, നല്ല സന്തോഷം. അവർ കുറേ അവരുടെ കോളേജിൽ നടന്ന കുറേ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ കേൾപ്പിച്ചോളൂ. ആദ്യം കേൾപ്പിച്ചിട്ടില്ല. ആദ്യം കേൾപ്പിക്കാൻ കൊള്ളാത്തില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് കേൾപ്പിച്ചിട്ടില്ല. ഞങ്ങൾ വൈകുന്നേരം ഇപ്പം 8:30 ആവും വീട്ടിലെത്തുമ്പോഴേക്കും. എത്രയൊക്കെ ആണെങ്കിലും സമയം ഷടേന്ന് പോകുന്നുണ്ട്. ഇനിയിപ്പം വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇനി വീട്ടിൽ ചെല്ലുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയും പിന്നെ കാണാം, പുതിയൊരു വീഡിയോയിലൂടെ കാണാം.